നമ്മളെ ഒരാളൊരു 100 തെറി വിളിക്കുക ഇന്നുവരെ കാണാ ഗുണമൊക്കെ വിളിച്ചു. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പോകട്ടെ അവൻ്റെ വിവരക്കേടെന്നൊക്കെ കുറച്ച് അങ്ങ് ക്ഷമിച്ച് കളയുമായിരിക്കും അല്ലേ. പക്ഷേ ഈ ഒരു വാക്ക് കേട്ടാൽ ചത്ത് കിടക്കുന്ന എഴുന്നേറ്റൊന്നും ഒന്ന് പോടാൻ തോന്നും. ആ വാക്ക് എന്താണെന്ന് അറിയാം, പോടാ തന്തയില്ലാത്തവനെ. ഭയങ്കര ചീത്തയായിരിക്കും ഒരു പക്ഷേ കേൾക്കുന്നവർക്ക്. നമുക്ക് തന്നെ ഫീൽ ചെയ്യും അല്ലേ, തന്തയ്ക്കൊക്കെ വിളിക്കുന്ന വെച്ചാൽ നമ്മൾ ഏതൊന്നാലും അടിച്ചു പോകും. ഇത് സഹിക്കാൻ പറ്റാത്തൊരു വാക്കാണ്. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വാക്ക് സ്വന്തം സഹോദരനാണ് പറയുന്നതെങ്കിലോ അല്ലേ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ്റെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയത്തിൽ അവസാനിക്കും. അങ്ങനൊരു വിഷയം എവിടെ സംഭവിച്ചെന്നറിയാമോ? ഇടുക്കി നെടുങ്കണ്ടത്ത് സംഭവിച്ചു. അതൊരു വലിയ കൊലയിലാക്കി അവസാനിക്കുകയാണ്. എന്തായാലും ഇടുക്കി നെടുങ്കണ്ടത്ത് ഞെട്ടിച്ച ആ സംഭവത്തിന് പിന്നിലെ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. സിനിയോട് ആരോ പറഞ്ഞടി, നിൻ്റെ അമ്മയെ സഹോദരനും കാണുന്നില്ലല്ലോ, കുറേ ദിവസങ്ങൾ ഞങ്ങൾ കണ്ടിട്ട്, അവരിവിടെ നിന്ന് ഇല്ലയോ എന്നൊരു ചോദ്യം ഈ സിനിയോട് ആരോ ചോദിച്ചു. ശരിയാണ്, സിനിക്കും വല്ലാത്തൊരു സംശയം. സിനിയും സ്വന്തം അമ്മയും സഹോദരനും കണ്ട് എത്രയോ നാളായെന്നറിയാമോ? സാധാരണയായിട്ട് ഒരു പോക്കുവരവൊക്കെ ഉള്ളത്. പക്ഷേ ആ കുടുംബമായിട്ട് ആ വീടുമായിട്ട് ഇപ്പോൾ വലിയൊരു ചേർച്ചയിലല്ല ഈ സിനി കഴിയുന്നത്. പക്ഷേ അമ്മയും സഹോദരനല്ലേ, കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ആ വീട്ടിലേക്ക് പോകാം. എന്തായാലും ഈ വീട്ടിൽ താമസിക്കുന്നത് മേരിക്കുട്ടി എന്ന് പറയുന്ന 78 വയസ്സുള്ള സ്ത്രീയുണ്ട്. അവരുടെ 2 മക്കളുണ്ട്, റജിയും സജിയും. റജിക്ക് ഇപ്പോൾ 48 വയസ്സായി, സജിക്കാണെങ്കിൽ 43 വയസ്സായി. 2 പേരും നോ കല്യാണമേ ഇല്ല. അങ്ങനെ ആ വിഷമത്തിലാണ് അവർ കഴിഞ്ഞു കൂടുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് ഒരു ഗ്രഹനാഥൻ ഉണ്ടായിരുന്നു, മാത്യൂസ്. പക്ഷേ 8 വർഷം മുമ്പ് പുള്ളി നിന്ന നിപ്പിൽ പുള്ളിയെ കാണാനേ ഇല്ല. സുവിശേഷ പ്രവർത്തകനായിരുന്നു, എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു, ദൈവിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പുള്ളി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഒരാൾക്ക് പോലും പിടിയില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ മറ്റൊരു കുരുക്കിലേക്ക് ഒരു വന്നിരിക്കുകയാണ്. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന 2 പേരെ കൂടി കാണാനില്ല. മാത്യൂസിനെ നേരത്തെ കാണാനില്ല, ഇപ്പോൾ മാത്യൂസിൻ്റെ ഭാര്യയായിട്ടുള്ള മേരിക്കുട്ടിയെയും അവരുടെ മകനായിട്ടുള്ള റജിയെയും കാണാനില്ല. അങ്ങനെ ഈ സിനി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണ്. പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയുമോ? പോലീസിനെ കണ്ടത് ഒരാൾ 100 110 എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമായിരുന്നു വീടിൻ്റെ പുറകിലേക്ക്. അതാരാണ് ഓടിപ്പോയിരിക്കുന്നത്? ഇത് മറ്റാരുമല്ല, ആ വീട്ടിൽ താമസിച്ചിരിക്കുന്ന സജി എന്ന് പറയുന്ന 43 വയസ്സുകാരനാണ്. അതായത് മേരിക്കുട്ടിയുടെ ഇളയ മകനാണ് ഈ ഓടിപ്പോയിരിക്കുന്നത്. അപ്പോൾ മുതൽ എല്ലാവർക്കും സംശയം, സജി എന്തുകൊണ്ടായിരിക്കും ഓടിപ്പോയിരിക്കുന്നത്? അത് മാത്രവുമല്ല, സജിക്ക് ഈ അമ്മയെ കാണാതിരുന്നിട്ടും സഹോദരനെ കാണാതിരുന്നിട്ടും ഒരു പരാതി പോലുമില്ല. ആസ് യൂഷ്വലായിട്ട് എന്തൊക്കെ പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, നല്ലപോലെ ആഹാരം കഴിക്കുന്നുണ്ട്, ആൾക്കാരോട് ചിരിച്ച് ഇടപഴകുന്നുണ്ട്. ഒരു പ്രശ്നവും അവൻ്റെ മുഖത്തില്ല. അവന് പരാതി ഒന്നുമില്ലേ? എന്താണ് അവൻ്റെ മേലിലുള്ള ഒരു സംശയം എല്ലാവർക്കും വരികയാണ്. എന്തായാലും സജി അവിടെ നിൽക്കട്ടെ. പോലീസ് ഈ വീട് മുഴുവൻ, ഈ ചെറിയ വീട് മുഴുവൻ ഒന്ന് പരിശോധിക്കുകയാണ്. ഇനി ആ മേരിക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, റജിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു സംശയത്തോടെ പോലീസ് നാട്ടുകാരെല്ലാം കൂടെ ആ വീട് മുഴുവൻ വളഞ്ഞു ഇങ്ങനെ പരിശോധിക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് മണ്ണ് ഇളകി കിടക്കുന്നു. ഒരു അസ്വാഭാവികത അവിടെ കാണാൻ പറ്റും. അതെന്തായിരിക്കും അല്ലേ? എന്തൊക്കെയോ ഒരു പുതുമണ്ണ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, കുറച്ച് ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള അല്ലെങ്കിൽ പുതുമയുള്ള മണ്ണാണ് ഇങ്ങനെ ചെതറി കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിലും ഒരു സംശയം വന്നിരിക്കുകയാണ്. ആ മണ്ണിൻ്റെ അടിയിൽ ഒരുപക്ഷേ മേരിക്കുട്ടി റജി ഒക്കെ കാണുമായിരിക്കുമോ? കാണുമായിരിക്കാം അല്ലേ? അതുകൊണ്ടായല്ലോ ഈ മറ്റൊരാൾ ഓടിപ്പോയിരിക്കുന്നത്. അങ്ങനെ സംശയം ബലപ്പെട്ട് പോലീസെത്തി, നാട്ടുകാരെത്തി. അങ്ങനെ ഒരു വിശദമായിട്ട് പരിശോധന ആ മണ്ണിൻ്റെ അടി നടക്കാൻ പോവുകയാണ്. അങ്ങനെ ആൾക്കാരുടെയും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കുഴിയെടുക്കുന്ന ആൾക്കാർ 2 ബോഡി എടുത്ത് പുറത്തേക്കിടുകയാണ്. 17 ദിവസം പഴക്കമുള്ള 2 മൃതദേഹങ്ങൾ, ഒന്ന് ആണിൻ്റെയും മറ്റൊന്ന് ഒരു പെണ്ണിൻ്റെയും. ആരുടെയെന്ന് ഊഹിക്കാമല്ലോ, മേരിക്കുട്ടിയുടെയും റജിയുടെയും. വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി. ഒരു കുഴിയിൽ തന്നെ അടക്കി വെച്ചിരിക്കുന്ന 2 മൃതദേഹങ്ങളെ കണ്ട് ആൾക്കാർ ഞെട്ടിത്തരിച്ചു പോയി. അപ്പോൾ ഇതിന് ഉത്തരവാദി ആരായിരിക്കും? സജി തന്നെ ആയിരിക്കുമല്ലോ. സജിയുടെ ആരാണ് ഈ കിടക്കുന്നത്? ഒന്ന് അമ്മയും മറ്റേത് ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരൻ കൂടിയാണ്. ഈ സജിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അയാളുടെ കൂലിപ്പണിക്കാരനാണ്, എന്ത് ജോലിയും ചെയ്യും, പക്ഷേ തണ്ണീസാണ്. റജി അങ്ങനെ തന്നെയാണ്, റജി മൈക്ക് സെറ്റ് ഓപ്പറേറ്ററാണ്. പക്ഷേ നാട്ടുകാർക്കെല്ലാം ഈ സജിയേക്കാൾ കൂടുതൽ താല്പര്യം ഈ റജിയോടാണ്. അയാൾ നാട്ടുകാരോടൊക്കെ കൂടുതൽ ഇടപെടുന്ന ആളാണ്, വലിയ ശല്യത്തിനൊന്നും പോകാറില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ വല്ലാത്തൊരു നൊമ്പരമായിട്ട് ഈ സംഭവം നാട്ടുകാരുടെ മനസ്സിലെല്ലാം അവശേഷിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവരെന്തിനാണ് കൊലപ്പെടുത്തിയിരിക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അങ്ങനെ നാട് മുഴുവൻ ഈ സജിയെ തപ്പി അലഞ്ഞു തിരികുകയാണ്. ഈ വീടിന് പിറകുവശത്ത് വലിയൊരു മലയാണ്, കാടേരിയാണ്. ഇനി ആ കാട്ടിനുള്ളിൽ അങ്ങനെ ഒളിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അയാൾ അപ്പുറം കടന്നോ എന്നുള്ള ഒരു സംശയത്തോടെ പോലീസും നാട്ടുകാരെല്ലാം രാത്രി മുഴുവൻ ആ മലകളും കാടും മേടും പുഴയും എല്ലാം അരിച്ചു പെറുക്കുകയാണ്.
ഒരു തുമ്പ് പോലും കിട്ടിയില്ല. സജി എവിടെയാണ്? അങ്ങനെ ഡ്രോൺ ഉപയോഗിച്ച് വനം മുഴുവൻ പരിശോധിക്കുന്നു, പോലീസ് പട്ടി ഉപയോഗിച്ച് പരിശോധിക്കുന്നു, ഒരു തുമ്പ് പോലും ഇല്ല. അങ്ങനെ എല്ലാ കണ്ണുകളും ഇപ്പോൾ സജിയെ പിടികൂടും. സജിയെ പിടികൂട്ടിയാൽ മാത്രമേ ഇത് സംഭവം തെളിയത്തുള്ളൂ എന്നുള്ള ആകാംക്ഷ ഇരിക്കുവാണ്. എന്താ നമ്മുടെയൊക്കെ മനസ്സിൽ കാണുമല്ലേ, സ്വന്തം അമ്മയും സഹോദരനും എന്തുകൊണ്ടായിരിക്കും കൊന്നിരിക്കുന്നുള്ള ആ സംശയത്തിനുള്ള ഉത്തരം കിട്ടണം. അതിന് എന്ത് ചെയ്യണം? സജിയെ കിട്ടണം. അങ്ങനെ 2-ാം ദിവസം ആൾക്കാരിങ്ങനെ അക്ഷമയോട് കാത്തിരിക്കുമ്പോൾ ഒരു മെലിഞ്ഞുണങ്ങിയ ദേഹം, താടിയൊക്കെ നീട്ടി വളർത്തിയൊരു ദേഹം ഈ മലയിറങ്ങി വരികയാണ്. കണ്ടപാടെ മനസ്സിലായി അത് സജി തന്നെയാണ്. അയാളൊരു കടയിൽ വന്ന് പറയുകയാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ തന്നെ മഫ്തിയിലൊക്കെ ആ ഭാഗത്തൊക്കെ പോലീസ് ഉണ്ടായിരുന്നു. അയാളെ കയ്യോടെ പിടികൂടുകയാണ്. അയാൾ കീഴടങ്ങി, അയാൾ കുറ്റം സമ്മതിച്ചു. ഇനി അറിയേണ്ടത് എന്തിനാണ് സ്വന്തം അമ്മയും സഹോദരനും കൊന്നതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അങ്ങനെ പോലീസ് അയാളെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ചൊരു ഭയങ്കര ഗൂഢാലോചനയുടെ, ഒരു പകയുടെ, ഒരു ഭയങ്കര ക്രൂരകൃത്യത്തിൻ്റെ സത്യം തെളിയുകയാണ്. ഇനി നമുക്ക് ഈ വീട്ടിലേക്ക് ചെല്ലാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ വീട്ടിൽ മാത്യൂസ് ഇല്ല. മാത്യൂസ് എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. അതിനുശേഷം ഒരു പാവപ്പെട്ട അമ്മ, അവരുടെ 2 മക്കൾ. പക്ഷേ ഇവർക്ക് 2 പേർക്കും കല്യാണ യോഗമില്ല. ഒരുപാട് ആലോചനകളൊക്കെ വരുമ്പോഴും പല പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ്. ഒന്നാമത്തെ കാര്യം, മദ്യപാന ശീലമുള്ള 2 പേരും, ജോലിയൊന്നും പ്രത്യേകിച്ചില്ല. അതുമാത്രവുമല്ല, ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ആർക്കും അറിയത്തില്ല. കാര്യം ഏക്കർ കണക്കിന് സ്ഥലമാണ് ചുറ്റുമുള്ളത്. ഇവർക്ക് തന്നെ 1.5 ഏക്കർ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ഏക്കർ തുടങ്ങിയാണ്. അപ്പോൾ 1 ഏക്കറിനുള്ളിൽ ഒരു വീട്. അപ്പോൾ അങ്ങനെ ഈ വീട്ടിനുള്ളിൽ നടക്കുന്ന, ഈ ചെറിയ വീടിനുള്ളിൽ നടക്കുന്ന സംഭവം ഒന്നും പുറത്ത് ആർക്കും അറിയത്തില്ല. ആകപ്പാടെ അറിയാവുന്നത് സജിക്കും റജിക്കും ഈ മേരിക്കും മാത്രമാണ്. ഇനി ഇവിടെ എന്താ സംഭവിച്ചതറിയാമോ? ഈ റജിയും സജിയും മുഖത്തോട് മുഖം കണ്ടാൽ ഭയങ്കര വഴക്കാണ്. അതെന്തിനു ചൊല്ലിയാണെന്ന് അറിയാം? ഈ അമ്മയെ ചൊല്ലിയാണ്. ചൊല്ലിയെന്ന് പറഞ്ഞാൽ ഈ സജി മാത്യൂസിൻ്റെ മകനല്ല, വേറെ ഏതോ ഒരുത്തിൻ്റെ മകനാണെന്നാണ് റജി പറയുന്നത്. എന്ന് പറയാൻ രണ്ടാമതുള്ള ഈ സജി ഈ മാത്യൂസിൻ്റെ കാണാതായ മാത്യൂസിൻ്റെ മകനല്ല, വേറെ ആരുടെയോ മകനാണ്. അങ്ങനെ അതിനെ ചൊല്ലി ഈ റജി നിരന്തരം ഈ സജിയെ കളിയാക്കും. അത് ഇവൻ്റെ മനസ്സിൽ ഭയങ്കര പകയായിട്ട് ഇങ്ങനെ ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ്. അതുമാത്രവുമല്ല, ഈ മേരിക്കുട്ടി തൊട്ട് വാ തുറന്ന് പറയുന്നുമില്ല ഈ സജിയുടെ ഒറിജിനൽ അച്ഛനാണെന്ന് പറയുന്നുമില്ല. അതും കൂടെ ആയപ്പോഴത്തേക്ക് ഇവൻ്റെ മനസ്സിൽ ഭയങ്കര പകയാണ്. പണ്ട് മുതലേ വല്ലവൻ്റെ മോൻ എന്നൊക്കെ ഉള്ള പേരുദോഷമാണ് ഈ സജി കേൾക്കുന്നത്. എല്ലാം കൂടി ഇവൻ്റെ മനസ്സിൽ വല്ലാത്തൊരവസ്ഥയാണ്. പെണ്ണ് കെട്ടാനും പറ്റുന്നില്ല, ജീവിതവും പോയി, ജോലിയും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ആകപ്പാടെ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ ഒരു രാത്രിയായി അടിച്ച് വീട്ടിലേക്ക് വരികയാണ്. മറ്റവൻ റജി അപ്പുറത്തിരുന്ന് സ്വാഭാവികമായിട്ട് കുത്തുവാക്ക് പറഞ്ഞാണ്, അപ്പനില്ലാത്തവനെ എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവൻ്റെ മനസ്സിൽ ഒരു തീരുമാനം എടുത്താണ് ആ വീട്ടിലേക്ക് വരുന്നത്. കാരണം ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കണം, ഒരു കല്യാണം കഴിക്കണം, 1.5 ഏക്കർ സ്ഥലമുണ്ട്, അത് തനിക്ക് മാത്രം അനുഭവിക്കണം, ആകപ്പാടെ ശല്യമായിട്ട് നിൽക്കുന്ന പക്ഷാഘാതം ബാധിച്ച് ആ തള്ളയും കൊല്ലണം, അവനെ ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ആ വീട്ടിലേക്ക് വരുന്നത്. അവൻ വിചാരിച്ച പോലെ സംഭവിക്കുവാണ്. ചേട്ടൻ ഇടംകോലോട്ട് ഇവൻ ഒന്നും ചിന്തിച്ചില്ല, ചേട്ടനെ മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ്. അതിനുശേഷം യാതൊരു വിധമായിട്ടുള്ള പശ്ചാത്താപവുമില്ലാതെ ആ ചേട്ടനെ കഴുത്ത് മുറുക്കി കൊല്ലുകയാണ്. സ്വാഭാവികമായിട്ട് 2 മക്കൾ തമ്മിൽ അടികൊടുമ്പോൾ അമ്മ ഇടപെടുമല്ലോ. അമ്മ ഇടപെട്ടു. വയ്യാത്ത അമ്മ ഞെരങ്ങി മൂളിയൊക്കെ ആ 2 പേർക്കിടയിലേക്ക് വരുന്നു. അമ്മയെ പറക്കി പാവ എടുത്തെറിയുന്ന പോലെ നേരെ ഭിത്തിയിലേക്ക് വലിച്ചെറിയുകയാണ്. അവിടെ തട്ടി വീണു, ആ ഭിത്തിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് തട്ടി എടുത്തെറിയുന്നു. അങ്ങനെ ഒരു കളിപ്പാവ് പോലെ അമ്മയെ ഭിത്തിയിലിടിച്ച് മൃഗീയമായിട്ട് കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ മേരിക്കുട്ടി കിടക്കുന്നു, ഇപ്പോഴത്തെ റജി കിടക്കുന്നു. 2 പേരെയും കൊന്നു. ഇനിയാണ് ഞാൻ ഈ സജിയുടെ മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. സ്വന്തം അമ്മയാണ്, സ്വന്തം രക്തമാണ് ഇപ്പുറത്ത് കിടക്കുന്ന സഹോദരൻ റജി. ഇവരെ രാത്രിക്ക് രാമാനം ആ കട്ടിലിൻ്റെ അടിയിലോട്ട് വലിച്ചു മാറ്റിയിടുകയാണ്. 2 പേരെയും, 2 മൃതദേഹങ്ങളെ ആ കട്ടിലിനടിയിലോട്ട് മാറ്റിയിടുകയാണ്. എന്നിട്ട് ആ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുകയാണ് രാത്രിയിൽ. ഒരു കുഴപ്പവുമില്ല. അതൊരു പ്രേതമാണെന്നോ തൻ്റെ അമ്മയാണെന്നോ എന്ത് ചിന്തയാവട്ടെ, അവൻ്റെ മനസ്സിൽ അതൊന്നും അലട്ടുന്നേയില്ല. അങ്ങനെ ആ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. അന്ന് പകലും അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആഹാരം വെക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്. പക്ഷേ വീടിനുള്ളിൽ 2 ശവം കിടക്കുന്ന കാര്യമൊന്നും അവൻ അലട്ടുന്നേയില്ല. അങ്ങനെ അന്ന് വൈകുന്നേരത്തോടെ വീടിന് മുമ്പിൽ അവൻ്റെ കുഴിയെടുക്കുകയാണ്. നല്ല താഴ്ചയുള്ള ഒരു കുഴിയെടുക്കുന്നു. ഈ 2 മൃതദേഹങ്ങളും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവിടെ ഒന്നും ഒരാൾ പോലും ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള ആൾത്താമസമൊന്നുമില്ല. അങ്ങനെ 2 ശവങ്ങളും വലിച്ചെടുത്ത് ആ കുഴിയിലേക്ക് ഇടുന്നു. അതിനുശേഷം ഈ യാതൊരു സ്മെല്ലുണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അഴുകിത്തീരാൻ വേണ്ടി കുമ്മായൊക്കെ ഇട്ടവൻ ഭദ്രമായിട്ട് ആ ശവം 2ഉം അടച്ചു മൂടുകയാണ്. ഒരാൾക്കും അറിയത്തില്ല ആ വീട്ടിൽ നടന്ന സംഭവം. ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസാണ്. ഇവൻ രക്ഷപ്പെടാനുള്ള ഒരുപാട് ലൂപ്പ് ഹോളൊക്കെ ഉണ്ട്. അതിനുശേഷം 17 ദിവസത്തോളം ഒന്നും അറിയാത്തവരെ പോലെ എല്ലാം അറിഞ്ഞുകൊണ്ട് സജി ആ വീട്ടിൽ തന്നെ താമസിക്കണം. ഒരാൾക്ക് പോലും സംശയമില്ല. ആൾക്കാരോടൊക്കെ ഇവൻ പറഞ്ഞിരിക്കുന്ന കള്ളം എന്താണെന്ന് വെച്ചാൽ, അമ്മയും കൊണ്ട് റജി, അതായത് സഹോദരൻ, ആശുപത്രി പോയിരിക്കുകയാണ്, അവർക്ക് അസുഖമാണല്ലോ, അങ്ങനെ തന്നെ വിശ്വസിക്കും. സത്യമായിട്ട് വിശ്വസിച്ചെല്ലാവരും. സ്വാഭാവികമായിട്ട് അമ്മയും കൊണ്ട് പോയി എന്നുള്ളതിന് കാരണങ്ങൾ വേറെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചു. പക്ഷേ സഹോദരി
സിനി എന്ന് പറയുന്ന ഇവർക്കൊരു സഹോദരിയുണ്ട്. ആ സഹോദരിക്ക് തോന്നിയ സംശയമാണ് ഈ കേസിന് നിർണായകമായിട്ടുള്ള തുമ്പായിട്ട് മാറിയത്. കാരണം ഒരു വർഷം മുമ്പ് തന്നെ സജി ഈ സഹോദരി ആ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ മാത്യൂസ് എന്ന് പറയുന്ന ആളുടെ, അതായത് റജിയുടെ അച്ഛനാണല്ലോ സജിയുടെ മനസ്സിൽ ഈ മാത്യൂസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സജിക്ക് ഈ മാത്യൂസിൽ ഒരു എതിർപ്പുണ്ടാവാം, അല്ലെങ്കിൽ സഹോദരൻ എതിർപ്പുണ്ടാവാം. ഇപ്പോൾ തോന്നുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ ആ മാത്യൂസിനെ കൂടി ഈ സജി എവിടെയോ കൊലപ്പെടുത്തി ഒളിപ്പിച്ചിട്ടിരിക്കുകയാണ്. ആ സത്യം പുറത്തു വരാതിരിക്കാനായിരിക്കാം ഒരുപക്ഷേ ഈ സിനി എന്ന് പറയുന്ന സഹോദരി ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റിയത്. അതിനുശേഷം ഈ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തുക, റജിയും മേരിക്കുട്ടിയും. അതിനുശേഷം ഈ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റുക, കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഇതിനിടയ്ക്ക് ഈ മൃതദേഹങ്ങളൊക്കെ അടക്കി ആ ഭൂമിക്കടി കിടക്കുമ്പോഴും ഇവൻ കല്യാണ ആലോചനയോട് മുന്നോട്ട് പോകുന്നുണ്ട്. പലരും കല്യാണം പറയുന്നുണ്ട്, പെണ്ണിനെ പോയി കാണുന്നുണ്ട്, കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ കല്യാണം നടത്താനുള്ള പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സഹോദരിക്ക് തോന്നിയ സംശയവും പോലീസ് ഈ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നതും അവൻ രായ്ക്ക് രാമാനം വീടിൻ്റെ പിറകിലൂടെ ഓടി രക്ഷപ്പെടുന്നതും. ഇനി അവൻ്റെ ഒരു ജൈത്രയാത്ര ഉണ്ട് കേട്ടോ. വീടിൻ്റെ പിറകിലൂടെ പോയി ആ മലമുകളിൽ താമസിക്കുവാണ്. ഒരാഹാരം പോലും കഴിച്ചിട്ടില്ല. രാത്രി നല്ല അറിയാലോ, കാട്ടി താമസിക്കുന്നതിൻ്റെ അവസ്ഥ അറിയാമല്ലോ, നല്ല കൊതുകടി, ആഹാരമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പിടിയിൽ, തണുപ്പ്, ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ ഉയരത്തിലുള്ള മരത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇവൻ നല്ല മരം കയറ്റ തൊഴിലാളിയാണ്. അങ്ങനെ പോലീസ് പരിശോധിക്കുമ്പോഴും ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉയരത്തിൽ നിന്ന് മരത്തിൽ നിന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ തല ഇറങ്ങി വീഴുമെന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ നേരെ മലയിറങ്ങി അവൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഞാനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഏതോ സിനിമയിൽ ഏതോ നടൻ പറയുമല്ലോ, അതുപോലൊക്കെ ആ ക്ലൈമാക്സ് ആവുകയാണ് ആ സംഭവത്തിൽ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ട് അവൻ എന്ത് നേടി? അതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്. എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തെന്നുള്ളത്. അവനിപ്പോൾ സ്വത്തുണ്ടോ? ഇല്ല. നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അമ്മയുണ്ടോ, സഹോദരനുണ്ടോ? ആരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനായിട്ട് അവൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നൊരു ബൈബിൾ വാക്യമുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. എന്തായാലും നമ്മൾ എത്ര കാട്ടിക്കൂട്ടിയാലും അവസാനം നമുക്ക് ഒന്നും കാണത്തില്ല, കൂട്ടിക്കിഴിച്ച് ഗണിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആനമണ്ടത്തിലൊന്നും കാണിച്ച് സ്വന്തം ജീവിതവും സമാധാനമൊന്നും ആരും കളഞ്ഞു കുളിക്കില്ലെന്ന് പറഞ്ഞ് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.